ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, യു എസ് സൂചികളിലേക്ക് തന്നെ പോയി നോക്കാം. യു എസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാന സൂചികളിൽ ഡൗ ജോൺസ് മാത്രമാണ് കാര്യമായിട്ടില്ലെങ്കിൽ ഒരല്പം കൂടി മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്ന ഡൗ ജോൺസിന് മാത്രമാണ് 0.25% ഒരു നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നാസ്ഡാക്കിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു സെൽ ഓഫിനെ അപേക്ഷിച്ചിട്ട് അത്ര ആ ഒരു ഇടിവിൻ്റെ തോത് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികളിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ മാറ്റമൊന്നും കാണുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലെ വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സ് സൈഡ് വേസ് ആയിട്ടായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 42,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരും. നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 43,600-700 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് 21,000 പോയിന്റ് അടുത്തൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 21,400 പോയിന്റ്, അതിനുശേഷം 21,800. 21,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നാസ്ഡാക്ക് ഇൻഡെക്സ് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരും. എസ്ആറോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. കമ്മോഡിറ്റിയിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഇടിവിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കാര്യമായിട്ടൊരു ഇടിവെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ സ്റ്റിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലേക്കാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും 0.23% ഇടിവിൽ $73.15 എന്നൊരു നിലയിലാണ് ഫ്യൂച്ചർ മാർക്കറ്റിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെൻറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ $76.03 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറിയൊരു സിറ്റുവേഷൻ കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിനിടെ. ആൻഡ് ലോങ് ടേം ട്രെൻഡിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 74 മുതൽ $75 റേഞ്ച്. ഇന്നലെ വീണ്ടും ആ ഒരു റേഞ്ച് ആയിരുന്നു ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. ബട്ട് ക്രൂഡിന്റെ കേസിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസിൽ $75 തന്നെ. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ക്രൂഡിൽ നടക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ബിറ്റ്വീൻ $71-72. ആ ഒരു സപ്പോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഹൗസ് കേസിൽ ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നുവെങ്കിൽ പോലും ലേറ്റ് നൈറ്റ് അവേഴ്സിലേക്ക് നോക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിടുകയും അതിനുശേഷം പിന്നീട് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഗോൾഡിൻ്റെ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 0.04% വളരെ മാർജിനലായിട്ട് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ട്രോയ് ഔൺസിന് $2,660.19 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ടേം സൈഡ് വേസ് ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $2,690 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $2,640 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
യെസ്, ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നമുക്ക് ആദ്യ മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഹാഫിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഏകദേശം ഒരു 150 പോയിന്റ്സിൻ്റെ ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി കണ്ടിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും പിന്നീട് ആ ഒരു ഇടിവെല്ലാം ഒരു പരിധി വരെ റിക്കവർ ചെയ്യാനായിട്ട് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 23,688.95 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റായിട്ടാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും റിലയൻസ് കനത്ത ഒരു സപ്പോർട്ട് നൽകിയപ്പോൾ HDFC ബാങ്ക് ആയിരുന്നു ഡ്രാഗ് ചെയ്തതിലൊരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടേക്ക് താങ്കൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇന്നലെ മുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റേഞ്ച് 23,400 23,400 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 24,200 മുതൽ 24,400 പോയിന്റ് വരെ. സോ ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി 50 തുടരുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരും. ബട്ട് ഈ ഒരു റേഞ്ചിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50 ഒന്നിൽ ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറും, അല്ലെങ്കിൽ വീണ്ടും ഒരു ബെയറിഷ്നെസ്സിലോട്ട് നമുക്ക് മാറേണ്ടി വരും. യെസ്, നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു സെക്ടറായിരുന്നു നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം 0.7% ഇടിവിൽ 49,835.05 എന്നൊരു നിലയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രേഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ളൊരു ട്രേഡിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഒരു ബൈയിങ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് തന്നെ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഒരു ബോട്ടം വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ 49,600 പോയിന്റ് ആയിരുന്നു. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 52,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് നിഫ്റ്റി IT സൂചികയായിരുന്നു. ഒരുപക്ഷെ തുടക്കം മുതൽ ആ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിഫ്റ്റിനെ 50 നിലനിർത്തിയതിൽ IT സൂചിക വഹിച്ച പങ്ക് ചെറുതല്ല. എന്നാൽ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്ക് വളരെ ശക്തമായിട്ടൊരു ബൈയിങ് IT ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.6% നേട്ടത്തിൽ 43,634.25 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി IT സൂചികയിൽ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ TCSന്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. ഈ ഒരു റിസൾട്ട് സീസണിന് മുന്നോടിയായിട്ട് നിഫ്റ്റി IT സൂചികയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 44,450 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 42,400 പോയിന്റ്. 42,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അതിനോടൊപ്പം തന്നെ ഫാർമ സെക്ടർ എന്നുള്ള ചില ഓഹരികളാണ് സാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിലാദ്യമായിട്ട് ലാൽപത് ലാബ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ മറ്റ് പ്രധാനപ്പെട്ട പല സെക്ടേഴ്സിലും സെക്കൻഡ് ഹാഫിലെങ്കിലും ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ലാൽപത് ലാബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.5% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ബെഞ്ച്മാർക്ക് സൂചികയിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുമില്ല. ലാൽപത് ലാബ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ലാൽപത് ലാബിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ലാൽപത് ലാബിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,040 മുതൽ 3,150 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മൾ കാണുന്ന കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിൽ വന്നിട്ട് ഒത്തിരി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. 3,120 3,150 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക.
യെസ്, അതിനോടൊപ്പം തന്നെ സൈഡസ് ലൈഫുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. സൈഡസ് ലൈഫിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലത്തെ മുൻപത്തുള്ളൊരു ദിവസം പരിശോധിക്കുകയാണ് എന്നുള്ള ചൊവ്വാഴ്ചത്തെ ഒരു സെഷനിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്ന് വന്നിട്ടുണ്ടായിരുന്നു. US-ൽ നിന്ന് ചില ഓർഡറുകൾ ലഭിച്ചു എന്നൊരു അപ്ഡേഷനെ തുടർന്ന് വളരെ ശക്തമായിട്ട് ഏകദേശം ഒരു 5% നേട്ടം നൽകാനായിട്ട് സൈഡസ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൈഡസ് ലൈഫുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Zydus ലൈഫിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് നവംബർ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. 940 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 1020 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം വളരെ മേജർ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 1080 രൂപയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ സൈഡസ് ലൈഫ് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള പാരസ് ഡിഫൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ചിട്ടൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ആംസ് ആക്ടിൻ്റെ അണ്ടറിൽ ലൈറ്റ് വെയ്റ്റ് ഗൺസ് നിർമ്മിക്കുന്നുള്ള ലൈസൻസ് കമ്പനിക്ക് നേടി എന്നതുള്ളത്, ലൈറ്റ് മെഷീൻ ഗൺസ് നിർമ്മിക്കുന്നുള്ള ഒരു ലൈസൻസ് കമ്പനി നേടി എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് 7-ാം തീയതിയും 8-ാം തീയതിയും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ 4% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മറ്റ് ഡിഫൻസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ പാരസ് ഡിഫൻസിലും നമുക്ക് കഴിഞ്ഞ 2-3 മാസത്തിനിടെ വലിയൊരു കറക്ഷനായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് അനില പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1180. സോ ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ നേരെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്ഷൻ സമയത്ത് മാത്രം ശ്രദ്ധിക്കുക. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ട് രാജേഷ് കുമാർ എന്നൊരു പ്രേക്ഷകൻ നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 17-ന് ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് നിതിൻ സ്പിന്നേഴ്സ് എന്ന് പറയുന്നത്. നിതിൻ സ്പിന്നേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിതിൻ സ്പിന്നേഴ്സ് വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ടൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒത്തിരി വോളറ്റിലിറ്റി ആൻഡ് വിത്ത് പുവർ ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലുള്ള ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് ശ്രദ്ധയിൽ വരുന്നത്. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കണ്ടിരിക്കുന്ന ആ ഒരു ഇടിവ് സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആദ്യ മേജർ റെസിസ്റ്റൻസ് 430, അതിനുശേഷം 360 രൂപയായിരിക്കും. ദിവ്യ എന്ന പ്രേക്ഷക ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുന്ന ഒരു ഓഹരി കൂടിയാണ് ഈസ്മൈ ട്രിപ്പ്. ഇന്നലെയും 2% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസ്മൈ ട്രിപ്പിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമ്മളൊരു ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ കേസിൽ ഞാൻ കാണുന്ന ഒത്തിരി നെഗറ്റീവ് ഫാക്ടേഴ്സ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ പ്രൊമോട്ടർ അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്റ്റേക്ക് സെല് ചെയ്തത്. സോ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇതൊക്കെ ഞാൻ വളരെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ സർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില അപ്ഡേഷൻസ് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ മാരുതിയിൽ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിനിടെ ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് തന്നെ 11,900 rupees. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ശക്തി പ്രാപിക്കും. ബട്ട് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 12,200 രൂപയിലാണ്.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. മാരുതി സുസുക്കിയോടൊപ്പം തന്നെ മറ്റൊരു ഓട്ടോ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി ഈ രണ്ട് സ്റ്റോക്ക് നിഫ്റ്റിയെ കഴിഞ്ഞ 3-4 മാസത്തിനിടെ അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 803 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 822.23 ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 80 മുതൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിന് നൽകാൻ ചാൻസസ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹ്യുണ്ടായി മോട്ടോഴ്സിലും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഹ്യുണ്ടായിയുടെ കേസിൽ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 1830 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1860, അതിനുശേഷം 1940. യെസ്. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2% ഇടിവിൽ 706.4 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ മേജർ ടോപ്പ് സെപ്റ്റംബർ 23 അറൌണ്ട് 785-86 ആ ഒരു റേഞ്ചിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അതേ ലെവല് വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിലെ കനത്ത സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 658 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 720 മുതൽ 760-70 ഈ ഒരു റേഞ്ചിൽ നമ്മൾ ലോങ് പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. യെസ്. മറ്റൊരു പ്രേക്ഷകൻ ആക്മെ സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഓഹരിയെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരി ഇന്നലെ 0.88% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആക്മെ സോളാറിന്റെ കേസിൽ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആക്മെ സോളാർ. ആൻഡ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു 220 രൂപയില. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. ജെയ്സൺ എന്ന പ്രേക്ഷകൻ ഇൻഫിബീം അവന്യൂ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% ഇടിവിലായിരുന്നു ഇൻഫിബീമിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഫിബീമിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇൻഫിബീം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണുന്നത്. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ബൈ ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. കയ്യിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 27 രൂപയിലായിരിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 28 രൂപ 50 പൈസ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ നിക്കിത ചോദിച്ചിരിക്കുന്നത് രത്തൻ ഇന്ത്യ എന്റർപ്രൈസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. രത്തൻ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രത്തൻ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? രത്തൻ ഇന്ത്യ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴും നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണുന്നില്ല. ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 58 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 68 രൂപ, അതിനുശേഷം 72 രൂപ.
യെസ്, ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെയും 1.5% ഒരു ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 143.77 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRFCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRFCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ട് കാണുന്നത്. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 130 രൂപ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 168 രൂപയിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെബി എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. PG ഇലക്ട്രോപ്ലാസ്റ്റുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റ് വീണ്ടും ഇസ് എ സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 880 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് ലെവൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ സൈൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു സൈനിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോസഫ് എന്നൊരു പ്രേക്ഷകനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സൈനിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൈൻ വീണ്ടും ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 3 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കണം. 1738 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ഇത് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1860, അതിനുശേഷം 1900 രൂപയും. അജു എന്ന പ്രേക്ഷകൻ അപ്പോളോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 7500, 7550 ഈ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ട്രേഡിംഗ് സെഷൻസിന് മുൻപ് ഇതേ ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 7098 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ABB ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ABB ഇന്ത്യ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% ഇടിവിലാണ്. ഗണേശൻ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ABB ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടായി നിലവിൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയായത്. വളരെ ഹെൽത്തി ഫൈനാൻഷ്യൽസ്. ബട്ട് കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6600 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലൊരു ഇമ്മീഡിയറ്റ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്ന 6830 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 7200, അതിനുശേഷം 7600. 7600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ IRCTCയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRCTC ഇന്നലെ ഏകദേശം ഒരു 0.7% ഇടിഞ്ഞ് 769.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുതിയൊരു 52 വീക്ക് ഹൈ ആയ 761.8 എന്നൊരു നിലയിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു. IRCTCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഒരു കറക്ഷൻ. 760 52 വീക്ക് ഹൈ അല്ല, ഇറ്റ്സ് എ 52 വീക്ക് ലോ. ആൻഡ് നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. 760 രൂപ തന്നെ ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
അതിനുശേഷം 860 രൂപയിലെ റെസിസ്റ്റൻസ് കാണുന്നത്. യെസ്, ഒപ്പം തന്നെ യെസ് ബാങ്കിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ 1.25% ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുതിയൊരു 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 18.66 എന്നൊരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്നൊരു സ്ഥിതിയും കണ്ടിട്ടുണ്ട്. യെസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അറ്റ് ദ മൊമെന്റ് യെസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ഒരു ബൈങ് ട്രിഗറും കാണുന്നില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 20 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. യെസ്, അതിന് അവസാനമായിട്ട് REC ലിമിറ്റുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇന്നലെ 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RECയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RECയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 490 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യണം. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 550 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി.